മെറ്റോനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ പവർ ഓഫ് സറണ്ടേർഡ് ലൈഫിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരണം പ്രാപിക്കേണ്ട അതിൻ്റെ മീൻസിനെ കുറിച്ചും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പറഞ്ഞത്. യേശുവിനെ പോലെ ആകാനായിട്ട് ഉള്ളൊരു ചിന്ത അതിൽ വന്നിട്ടുണ്ട്. ഇനിയും കുറേ വാക്യങ്ങളാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഈ വാക്യങ്ങൾ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുകയും അത് എഴുതി വെക്കുകയും ചെയ്യുക. കാരണം അതിൻ്റെ ഫുള്ളായിട്ടുള്ള ആ മെസ്സേജ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. നിങ്ങളത് ധ്യാനിച്ചെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഇന്ന് നമ്മൾ പറയുന്ന ഏകദേശം ഒരു 5 പോയിൻ്റ് കൂടാണ് ഇനി പറയാനുള്ളത്. ഇന്ന് തീരുന്ന എത്രയാണെന്ന് അറിയത്തില്ല, നമ്മൾ പറഞ്ഞു നോക്കാം. ഈ 5 പോയിൻ്റുകൾ ശരിക്കും വലിയൊരു ശക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ഇടവരുത്തും. നേരത്തെ നമ്മൾ പറഞ്ഞു വിശുദ്ധീകരണം പ്രാപിക്കുന്ന കാര്യം പറഞ്ഞു. വിശുദ്ധീകരണം പ്രാപിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. അത് നമ്മുടെ മരണം വരെ നമ്മൾ ചെയ്യേണ്ടതാണ്. എന്ന് വെച്ചാൽ വീണ്ടും ജനനം പ്രാപിച്ച അന്ന് തൊട്ട് മരണം വരെ ഉള്ളതാണ്. ദൈവമാണ് ചെയ്യുന്നത്. ദൈവവും പരിശുദ്ധാത്മാവും യേശുവിൻ്റെ വചനമൊക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് അതിനകത്തൊരു റോളുണ്ട്. നമ്മൾ പോയി സങ്കീർത്തനം 1 പറയുന്ന പോലെ ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും ബാക്കി ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ നമ്മൾ നമ്മുടെ വോളണ്ടറി ആയിട്ട് നമ്മുടെ ലൈഫിനെ കൊണ്ട് സാത്താന് കൊണ്ട് പിന്നെയും കൊടുക്കരുത്. കർത്താവിനെ അറിഞ്ഞെങ്കിൽ ആ വെളിച്ചത്തിൽ ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. സാഹചര്യങ്ങളൊക്കെ മാറാം, സിറ്റുവേഷൻസ് പലതിലും നമ്മൾ എക്സ്പോസ്ഡ് ആവാം. എന്നാൽ ദൈവത്തിട്ടിരിക്കുന്ന വചനം നമ്മൾ ക്രിയ ചെയ്യണം. അതുകൊണ്ട് കുറേ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നേരത്തെ വായിച്ചതുണ്ട് ഇല്ലാത്തതുണ്ട്, ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ കൂടി നമുക്ക് വലിയൊരു ശക്തി വരുന്നു എന്ന് നമ്മൾ മറന്നു പോകും. എബ്രായർ 10:14 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഏകയാകത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹി ഹാസ് പെർഫെക്റ്റഡ് ഫോർ എവർ ബൈ വൺ ഓഫറിങ്. അതായത് വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കാണ് പെർഫെക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഹലോ, ശ്രദ്ധിക്കുക. ഒരിക്കൽ യേശുവിനെ രക്ഷിതാവായി കർത്താവായി ഏകയാഗത്തിൽ വിശ്വസിച്ച് ഞാൻ തീർന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയല്ല. വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് അവൻ സദാകാലത്തേക്കും ഫോർ എവർ സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു, പെർഫെക്റ്റഡ്. അതായത് നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളൊരു ചിന്തയാണ് അവിടെ വരുന്നത്. നേരത്തെ വായിച്ച വാക്യമാണ്. Sin shall not have dominion over you. 6:14. നേരത്തെ 6:13 വായിച്ചു. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. അത് നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ അവയവങ്ങളെ കൊണ്ടുപോയി വീണ്ടും പാപത്തിന് സമർപ്പിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ മരിച്ചിട്ട് ജീവിക്കുന്നവരായി. ശ്രദ്ധിക്കൂ, നിങ്ങൾ മരിച്ചിട്ട് ജീവിക്കുക. ജീവിച്ചിട്ട് മരിക്കുക എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത്, മരിച്ചിട്ട് ജീവിക്കുന്നവരായി എന്ന് പറഞ്ഞാൽ യു ആർ ഡെഡ് ടു സിൻ. മരിച്ചു കിടക്കുന്ന ഒരാളുടെ മുമ്പിൽ വിസ്കി കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അയാൾ ചാടി എഴുന്നേറ്റ് വന്ന് വിസ്കി കുടിക്കുമോ? സിമ്പിൾ ഒരു ലോജിക്കൽ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. അവർ മരിച്ചു, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് വിസ്കിയുടെ മണമൊന്നും അവന് കിട്ടത്തില്ല, മരിച്ചുപോയി എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ പാസ്റ്റ് സിൻസിൽ നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞാൽ വീണ്ടും ആ പാസ്റ്റ് സിൻ പോയി ചെയ്യുമോ? ഇല്ല. ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചിട്ടില്ല. അതാണ് ക്രിസ്തുവിലുള്ള ജീവിതം. ഒരു ട്രാൻസ്ഫോംഡ് അല്ലെങ്കിൽ റീകൺസ്റ്റിറ്റ്യൂട്ടഡ് ലൈഫ് അല്ല. വീണ്ടും എല്ലാം കൂടെ പൊത്തുവരുത്തത്തിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതല്ല. ഒരു എക്സ്ചേഞ്ച് ലൈഫാണ്. ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ തേജസ്സും നിങ്ങൾ തന്നിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ലൈഫാണ്. അതുകൊണ്ട് 6:13 പറയുന്ന നിങ്ങളെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും സമർപ്പിക്കുക. ഒരിക്കലും നിങ്ങൾ പാപത്തിൻ്റെ അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ ഇന്ന് വിശുദ്ധിയുടെയും നീതിയുടെയും ആയുധങ്ങളായിട്ട് സമർപ്പിക്കണം. അതുമാത്രമല്ല, നിങ്ങൾ സിൻ ഷാൽ നോട്ട് ഹാവ്, പാപം നിങ്ങൾ കർത്തൃത്വം നടത്തരുത്. 6
22 വരുമ്പോൾ പറയുന്നത്, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആവുന്നു. അതുകൊണ്ട് ദിസ് ഈസ് ദ സീക്രട്ട് ഓഫ് ദ ബ്ലെസ്സഡ്നെസ് ആൻഡ് പവർ. എന്താണ് ഈ രഹസ്യം? അനുഗ്രഹത്തിൻ്റെയും ശക്തിയുടെയും രഹസ്യം ഈ വാക്യങ്ങളിലുണ്ട്. എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ ഡിസ്പോസലിൽ നിങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കിനി നിങ്ങളുടെ വകയല്ല, കർത്താവിൻ്റെ വകയാണ്. നിങ്ങൾ അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ്. ഒരാൾ ചോദിക്കുകയാണ്, എനിക്ക് ദൈവം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ വെല്ലിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. ദൈവം എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? അതിനുള്ള ആൻസർ ഇത്രയേ ഉള്ളൂ: സറണ്ടർ. ദൈവത്തിലേക്ക് അങ്ങ് സമർപ്പിക്കുക. പ്രസൻറ്റ് യുവർ സെൽഫ് ഫോർ ഗോഡ്സ് ഡിസ്പോസൽ. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. ദൈവം ചിന്തിക്കുമ്പോൾ ഞാനും ചിന്തിക്കും, പരിശുദ്ധാത്മാവ് ചിന്തിക്കുമ്പോൾ ഞാനും ചിന്തിക്കും. എൻ്റെ ചിന്തയും പരിശുദ്ധാത്മാവ് ചിന്തയും ഒന്നുപോലെ. അങ്ങനെ ആകുമ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ ദൈവം നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന ദൈവം വെളിപ്പെടുത്തി. എന്ത് സിമ്പിളല്ലേ? എന്നാൽ വലിയ പാടാണ്, നമുക്ക് വലിയ പാടാണ്. അതുകൊണ്ട് എന്താണ്? ദ നോളജ് ഓഫ് ട്രൂത്ത് കംസ് വിത്ത് ദ സറണ്ടർ. ഈ സത്യത്തെക്കുറിച്ചുള്ള ചിന്ത ദൈവത്തിൽ പൂർണ്ണമായി വിധേയപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. യോഹന്നാൻ 7:17 അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവന് ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളോ എന്ന് ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നു എന്നറിയും. ഇഫ് എനി മാൻ വിൽ ഡു ഹിസ് വിൽ ഹീ ഷാൽ നോ ഓഫ് ദ ഡോക്ട്രിൻ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള ആലോചന നിനക്ക് വരണമെങ്കിൽ ദൈവത്തിൻ്റെ സത്യം നീ മനസ്സിലാക്കി അതിന് സറണ്ടർ ചെയ്യണം. ദൈവത്തിൻ്റെ സത്യം നിനക്ക് മനസ്സിലാക്കി അറിയുന്നതിന് നീ പൂർണ്ണമായി നിന്നെ വിട്ടുകൊടുക്കണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം നേരത്തെ പറഞ്ഞതാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്തുനിന്ന്. അതുകൊണ്ട് അതാണ് നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന ബന്ധം. ഭാര്യ കീഴ്പ്പെടുന്നു, ഭർത്താവ് സ്നേഹിക്കുന്നു, അന്യോന്യം ഐക്യമായി ഇരിക്കുന്നു. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ബൈബിളിൽ പറയുന്നൊരു വാക്യമുണ്ട്, അവൻ അവളെ അറിഞ്ഞു എന്നാണ് പറയുന്നത്. ദ നോളജ്. ബൈബിളിലും അതേ വേർഡാണ് യൂസ് ചെയ്തത്, നോളജ്. ഈ നോളജ്, ഈ അറിവ് നമ്മൾ വരുമ്പോൾ, ഈ അറിവനുസരിച്ച് നമ്മളെ കർത്താവിൽ സറണ്ടർ ചെയ്യും. ദൈവത്തിൻ്റെ പരിജ്ഞാനം നമ്മുടെ ഹൃദയങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിതം സറണ്ടർ ചെയ്യപ്പെടുമ്പോൾ കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് വരും. അതുകൊണ്ട് വീണ്ടും ഒരു വാക്യം കൂടി അതിനകത്ത് വായിക്കാം. യോഹന്നാൻ 7:17 കൂടാതെ തന്നെ മത്തായി 6:22-21 വാക്യങ്ങൾ. കണ്ണ് കേടുള്ളതെങ്കിലും അതിൻ്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ടത്ര വലുത്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാവുന്നു. കണ്ണ് ചുവടുള്ളതെങ്കിൽ നിൻ്റെ ശരീരം മുഴുവൻ പ്രകാശമായിരിക്കും. ഇവിടെ ദൈവത്തിൽ ഇരുട്ടില്ല, അവൻ വെളിച്ചമാണ് എന്നാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിൻ്റെ കണ്ണ് പ്രകാശമുള്ളതുണ്ടെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ ശരീരം മുഴുവൻ ഇരുട്ടായിരിക്കും. അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ എത്ര വലുത്. അതുകൊണ്ട് എന്താണ് പറയേണ്ടത്? കർത്താവ് വെളിച്ചമായിരിക്കുന്നതിനാൽ കണ്ണ് കുരുടായി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ ആ ഡൗട്ടിലേക്ക് വീണ്ടും പോകരുത്, ഇരുട്ടിലേക്ക് പോകരുത്, വെളിച്ചത്തിൽ തന്നെ ഇരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് പരിജ്ഞാനം കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപേക്ഷയായി വിചാരിക്കാതെ ദൈവസന്നിധിയിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് വിധേയപ്പെടുത്തണം എന്നുള്ളതാണ് പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ് 1 യോഹന്നാൻ 3:22 അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമായി ചെയ്തുകൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന് പ്രസാദമായി ചെയ്യുക. ദാറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ദ സറണ്ടേർഡ് വിൽ. ദൈവഹിതപ്രകാരം ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം ഉത്തരം തരുന്നുവെന്ന് വീണ്ടും പറയാം. വാട്ട് എവർ യു ആസ്ക് ബിക്കോസ് യു ആർ കീപ്പിംഗ് ഹിസ് കമാൻഡ്. നീ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതുകൊണ്ട് ദൈവം നിൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും.
നമ്മൾ ഡെലിവറൻസിനകത്ത് പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടുന്നോ ഇല്ലയോ നമുക്കറിയത്തില്ല. എന്നാൽ പൂർണ്ണമായ സമർപ്പിച്ച ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. കാരണം ദൈവഹിതം മനസ്സിലാക്കി ചോദിക്കുന്നു എന്നുള്ളത്. ഇതേ കാര്യം തന്നെ സങ്കീർത്തനം 37:4 പറയുന്നു, ഡിലൈറ്റ് യുവർ സെൽഫ് ഇൻ ദ ലോർഡ്. ദൈവത്തിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹത്തെ സാധിപ്പിക്കും. ദൈവത്തിൽ തന്നെ രസിച്ചുകൊള്ളാൻ പറയുന്നു സങ്കീർത്തനം 37:4. അവൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം സാധിക്കും. കാരണം ദൈവവും ഞാനും തമ്മിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ദൈവവും ഞാനും തമ്മിലുള്ള ആ റെസണൻസ്, വേവ് ലെങ്ത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് സെയിമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴേ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം ഞാൻ ചോദിക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു തരും. യേശുക്രിസ്തുവും ദൈവവുമായിട്ടുള്ള റിലേഷൻ അതുപോലെയായിരുന്നു അല്ലേ? ദൈവത്തിൻ്റെ റോള്, യേശു ദൈവമായിരുന്നു. യേശുവിൻ്റെ റോള് എന്ന് പറയുന്നത് ഈ ലോകത്തിൽ വന്ന് പാപത്തെ ചുമക്കുക എന്നുള്ള റോളായിരുന്നു. അതുകൊണ്ട് യേശു പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 11:42, യു ഓൾവേസ് ഹിയർ മീ. നീ എപ്പോഴും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. യേശു ഒരേ ആത്മാവിൽ ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 4:34 യേശു അവിടെ കൂടിയിരുന്നവർ ഭക്ഷിക്കാനായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്ന എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. മൈ ഫുഡ് എന്ന് പറയുന്നത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുകയാണ്. നേരത്തെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർ ശമരിയക്കാരി സ്ത്രീയുമായിട്ടുള്ള ആ ഡീല് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ശിഷ്യന്മാർ ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് അറിയാത്ത ഭക്ഷണത്തെക്കുറിച്ച്, എന്താണ്? എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം നിവർത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ദൈവം തരുന്നത് സറണ്ടേഡ് ലൈഫ് ഉള്ളതുകൊണ്ടാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കൊരു വിടുതൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരിക്കണം. ജോർജ് മുള്ളറെക്കുറിച്ച് അറിയാം, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം ദൈവഹിതം മനസ്സിലാക്കി അതിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥനകൾ കേൾക്കുകയും ഉത്തരം തരികയും ചെയ്യും. അപ്പോൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് സറണ്ടേഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്, നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതങ്ങളെ കൊണ്ടുപോയി പിശാചിന് അടിമയ്ക്കായിട്ട് സമർപ്പിക്കരുത്. അങ്ങനെ പോയാൽ നമ്മുടെ ജീവിതത്തിലെ ആ ബ്ലെസ്സഡ്നെസ്സും ശക്തിയും ഇല്ലാതെ പോകും. രണ്ടാമത് പറഞ്ഞ് കർത്താവിൻ്റെ പരിജ്ഞാനത്തിന് നമ്മൾ വളരണം, അവൻ്റെ ഹിതം മനസ്സിലാക്കണം. അതാണ് പറഞ്ഞത് രണ്ടാമത്തെ പോയിന്റ്. അങ്ങനെ ചെയ്യുമ്പോഴേ സറണ്ടേഡ് വില്ലിലാവുമ്പോഴേ നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം കേൾക്കും. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം കേൾക്കുകയും അതുപോലെ കർത്താവിൻ്റെ ഡിസ്പോസലിൽ നമ്മളെപ്പോഴും ആയിരിക്കുകയും ചെയ്യാറുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഈ ദിവസങ്ങളിൽ കർത്താവിൽ പൂർണ്ണമായിട്ട് നമ്മളെ സറണ്ടർ ചെയ്യുവാനായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ ഇടവരുത്തണം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡെലിവറൻസിന് വേണ്ടിയാണ്. പല കാര്യങ്ങളും നടക്കുന്നില്ല, പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച പോലെ മുമ്പോട്ട് പോകുന്നില്ല, പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വേണ്ട രീതിയിൽ ഉത്തരം കിട്ടുന്നില്ല. അതിനുവേണ്ടിയാണ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഇന്ന് വിടുതൽ തരും. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഇന്ന് വലിയൊരു റിലീസ് ഈ ജീവിതങ്ങളിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും സമർപ്പിക്കപ്പെടേണ്ടതായിട്ട് കുറവുകൾ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റുപറയുന്ന കർത്താവേ, സത്യം സ്വതന്ത്രരാക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവരെ ആ ബ്ലെസ്സഡ്നെസ്സിലേക്ക്, ആ അനുഗ്രഹത്തിലേക്ക്, ആ ശക്തിയിലേക്ക് ഇന്ന് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുന്ന അനുഭവങ്ങളെ കർത്താവെ ഹൃദയത്തിൽ തന്നെ ദൈവത്തിൽ രസിച്ചുകൊള്ളുവാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ. ദൈവം എൻ്റെ വകയാണെന്നും ഞാൻ ദൈവത്തിൻ്റെ വകയാണെന്നുള്ള ചിന്ത അതെന്ന് ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഒരു സീക്രട്ട്നെസ്സിലെ ആ ഒരു ബ്ലെസ്സിങ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വ്യക്തികളെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ശക്തി ഈ ദിവസങ്ങളിൽ അവർ അനുഭവിക്കുകയും ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ജീവിക്കുകയും ചെയ്യുവാൻ
കർത്താവെ ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജീവിതത്തിലെ മുറുകെ പറ്റുന്ന ചില പാപങ്ങളിൽ ഇരിക്കുന്നവരെ അതിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നും ആഗ്രഹിക്കുന്ന പോലെ നടക്കാതിരിക്കും. ചില ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇത് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബിസിനസ്സിൽ എപ്പോഴും തോൽവി വരുന്നു, വേണ്ടതായിട്ടുള്ള പ്ലാനിങ് നടക്കുന്നില്ല, ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിലെ അതിൽ നിന്നുള്ള വരുമാനമൊക്കെ നിലച്ചിരിക്കുന്ന ആളുകൾ ഇത് കാണുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? കർത്താവെ നീ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കണമേ. എവിടേക്കാണ് തകർന്നു വന്നിരിക്കുന്നത്? പുതിയ ലൈൻസൊക്കെ ഓപ്പൺ ചെയ്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിവൃദ്ധി ആ ബിസിനസ്സിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ആ തുറക്കപ്പെടാതെ അടഞ്ഞിരിക്കുന്ന വാതിലുകളൊക്കെ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരുന്നതായിട്ട് കാണുന്നു. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് അനുഗ്രഹങ്ങൾ വരാതെ ഇരിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നു. ദൈവത്തിൻ്റെ സന്നിധി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃഷിയുടെ വരുമാനം കുറഞ്ഞിരിക്കുന്നിടത്തൊക്കെ കർത്താവിൻ്റെ വരുമാനം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരിക്കലും കിട്ടാതെ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച ചില തുകകളൊക്കെ പലയിടത്തു നിന്നും തടസ്സപ്പെട്ടിരിക്കുന്ന ഈ ദിവസങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അറിയാത്ത വഴിയിൽ നിന്ന് തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അത് കിട്ടത്തില്ലെന്ന് വിചാരിച്ച തുക കർത്താവെ അവരുടെ ഭവനത്തിൽ വന്നു ചേരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം കാണിച്ചു തരുന്ന പ്രാർത്ഥനകളാണ് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. ഇത് ചില ആളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ വലിയ വിടുതൽ തരികയും അനുഗ്രഹം തരികയും ചെയ്യും. ദൈവമേ അവരെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങൾ ആ വലിയ വിടുതൽ അയക്കണമേ, സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ആ ബ്ലെസ്സഡ്നെസ് ജീവിതത്തിൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിശാച് അടക്കി വെച്ചിരിക്കുന്നത്, പിശാച് തടഞ്ഞു വെച്ചിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർമാനമായിട്ട് ഇത് കാണണം. ദ പവർ ഓഫ് സറണ്ടേർഡ് ലൈഫ് അടുത്തൊരു എപ്പിസോഡിലൂടെ അത് തീരും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രെയർ റിക്വസ്റ്റ് വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. നിങ്ങളെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ നമ്പർ അയച്ചു തന്നാൽ നമ്മുടെ സൂം മീറ്റിങ്ങിൽ നിങ്ങളെ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങളെ ആഡ് ചെയ്യുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.